അത് നിങ്ങളുടെ എന്നോടൊപ്പം കൂടണമെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. ഞാൻ പറയുന്നതിൽ ഇത്രയും സപ്പോർട്ട് ചെയ്ത് പറയുന്നു. ആദ്യം എൻ്റെ ചെറുപ്പകാലത്തിലേക്ക് ഞാൻ പോകണം, അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. എൻ്റെ ചെറുപ്പകാലം എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം മുതലുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാനായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് കമ്പാരിസൺസ് എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്കൂളിൽ പോകുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഒരു വീട്ടിൽ അന്ന് ഏറ്റവും കുറഞ്ഞത് 4 5 കുട്ടികൾ, 5 കൂടുതൽ കുട്ടികളുണ്ടാവും ഒരു വീട്ടിൽ. നമ്മുടെ കാലഘട്ടത്തിലുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ അന്ന് അവർക്ക് എല്ലാവർക്കും ഒരുപോലെയുള്ള വസ്ത്രമോ പാഠപുസ്തകമോ അല്ലെങ്കിൽ അങ്ങനെ ഭക്ഷണം എന്ത് തന്നെയാണെങ്കിലും എല്ലാവർക്കും ഒരുപോലെ ഒന്നും ഉണ്ടാവണമെന്നില്ല, ഒരിക്കലും ഉണ്ടാവണമെന്നില്ല. അത് നമുക്ക് നേടിത്തരാനായിട്ട് ഉണ്ടാക്കി തരാനായിട്ട് നമ്മുടെ എല്ലാ മാനവന്മാർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് എന്നെ അറിയാവുന്നവർക്കും അതറിയാൻ അനുസരിക്കും. എന്നാൽ അന്ന് പണ്ടെന്ന് പറഞ്ഞാൽ ഒരു വീട്ടിലെ മാതാപിതാക്കന്മാർ ക്ഷീണാവസ്ഥയിൽ കിടക്കുമ്പോൾ അവരുടെ മക്കളോ മരുമക്കളോ സ്വന്തക്കാരോ ബന്ധുക്കാരും എല്ലാവരും ഒന്നിച്ചു വന്ന് കാണുകയും അവരെ സഹകരിക്കുകയും നോക്കുകയും അന്വേഷിക്കുകയും വിശേഷങ്ങൾ പറയുകയും പങ്കുവെക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു. പക്ഷെ ഇന്നത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ വന്നാലായി വന്നിലായി നോക്കിയാലായി നോക്കിയില്ലായി ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നു. അന്നെന്ന് പറഞ്ഞാൽ നമ്മളൊരു വിരുന്നുകാർ വരുമ്പോൾ നമ്മുടെ വീട്ടിലൊരു വിരുന്നുകാർ അന്ന് കടന്നു വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഒരു വിരുന്നുകാർ നമ്മുടെ വീട്ടിൽ അന്നൊക്കെ കടന്നു വരുന്നത് നല്ല സന്തോഷമുള്ളൊരു കാര്യമാണ്. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു വിരുന്നുകാർ നമ്മുടെ വീട്ടിൽ വന്നു എന്തോ അവരെപ്പോഴാണ് പോകുന്നു എന്ന് ആദ്യം മനസ്സിച്ചിട്ടില്ല. വന്നിട്ട് ഇന്ന് പോകുന്നുണ്ടോ അത് ശരി. ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ഉള്ളവരുടെ കാര്യം. അന്നെന്ന് പറയുന്നത് വന്നു കഴിഞ്ഞ് ഇന്ന് പോകല്ലേ, നാളെ പോകാം, 2 ദിവസം കഴിഞ്ഞ് ഇങ്ങനെ നമ്മൾ അങ്ങോട്ട് പറയും. അന്നത്തെ കാലഘട്ടമെന്ന് പറഞ്ഞത് എല്ലാവർക്കും ഒത്തൊരുമിച്ച് ജീവിക്കാനൊരു സാഹചര്യം ഉണ്ടായിരുന്നു. വിശേഷം പങ്കുവയ്ക്കാൻ അവർക്ക് താല്പര്യമുണ്ടായിരുന്നു. എട്ടുകട കുത്തുകട അങ്ങനെ യാതൊന്നുമില്ല. എല്ലാം പോയി വന്ന് കണ്ട് സംസാരിച്ച് ഇങ്ങനെയൊക്കെയായിരുന്നു പഴയ കാലഘട്ടത്തിൽ. ഇപ്പം എന്ന് പറഞ്ഞാൽ എന്താ, അതിനുശേഷം ലെറ്റർ ആ സമയത്തും ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ ലെറ്റർ വായിക്കാൻ എല്ലാവർക്കും ഭയങ്കര താല്പര്യമാണ്. കത്ത് മക്കളൊക്കെ വരുമ്പോൾ എൻ്റെ മക്കൾ എനിക്ക് കത്തയച്ചോ, മാതാപിതാക്കന്മാർ നോക്കി എനിക്കൊരു കത്ത് വന്നോ, എനിക്ക് ലെറ്റർ ഉണ്ടോ, അതിനകത്ത് വിശേഷമായിട്ട് നമുക്ക് ഭയങ്കര താല്പര്യമാണ്. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോഴാണെങ്കിലോ ഫോൺ വിളിച്ചാൽ പോലും എടുക്കാൻ പാടില്ല. അങ്ങനെ ഒരു കാലഘട്ടമാണ് ഇപ്പോഴത്തെ. ഇനി മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും മുഴുവൻ കമ്പ്യൂട്ടർ യുഗമായി പോകുമെന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. കമ്പ്യൂട്ടർ യുഗത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാകുന്നതാണ്. ഈ പഴയ കാലഘട്ടത്തിലേക്ക് നമ്മുടെ ഭക്ഷണത്തിലേക്ക് പോവാം. ഭക്ഷണ രീതി എന്ന് പറഞ്ഞാൽ അന്നത്തെ ഭക്ഷണ രീതി കാലത്തിൽ ചെയ്യുമ്പോൾ നമ്മൾ സ്വയം വേല ചെയ്ത് അധ്വാനിച്ചുണ്ടാക്കുന്നത് മാത്രമായിരുന്നു നമ്മുടെ അന്നത്തെ ഭക്ഷണം. അത് മാത്രമല്ല നമുക്ക് പലഹാരങ്ങളൊക്കെ വീട്ടിലുണ്ടാക്കുന്ന വിശേഷ ദിവസങ്ങളാണ്. ഈ വിശേഷ ദിവസങ്ങളിൽ മാത്രമായിരുന്നല്ലോ. നിങ്ങൾക്ക് എനിക്കറിഞ്ഞൂടെ, എൻ്റെ വീട്ടിൽ കാര്യമാണേ. വിശേഷ ദിവസങ്ങളിലായിരിക്കും എൻ്റെ വീട്ടിൽ പലഹാരങ്ങളുണ്ടാക്കുന്നത്. ഓണം, ക്രിസ്മസ്, അങ്ങനെയുള്ള ഈസ്റ്റർ അങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ വരുമ്പോഴാണ് പലഹാരങ്ങളുണ്ട്. അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടത്തണം. ഇതായിരുന്നു അന്നത്തെ നമ്മുടെ ജീവിതം. ഇന്നെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള പലഹാരങ്ങളുണ്ടോ ആർക്കും വേണ്ട. കാരണം പലഹാരമേ ഉള്ളൂ. ഈ പറയുന്ന അന്ന് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പറയുന്നത് വളരെ കുറവാണ്. അത് കഴിക്കാൻ ഇന്നത്തെ ആൾക്കാർക്ക് അതിലും മടിയാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസമാണ്. നമ്മുടെ കുട്ടികളൊക്കെ ആണെങ്കിൽ കപ്പ കൊടുക്കാലോ, കാച്ചി കൊടുക്കാലോ, ചേമ്പ് കൊടുക്കാലോ, ചേനൊന്നും വേണ്ട. ഈ വേണ്ട, ഇതാ വേണം. അവർക്കെല്ലാം ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ മതിയല്ലോ. അതാണ് ഈ അവരൊരു രോഗികളായിട്ട് കിടക്കുന്നവരെ കാണാൻ ഞാൻ പറഞ്ഞല്ലോ, കാണാനും അന്വേഷിക്കാനും ഒക്കെ ആൾക്കാർ ഓടി കൂടുക. അവർ എങ്ങനെയൊക്കെ എത്തിക്കൊള്ളും. ഒരാൾക്ക് ക്ഷീണമാക്കി കിടക്കുകയാണെങ്കിൽ എല്ലാവരും മക്കളാണ് ദൂരം അടുത്ത് എവിടെയെങ്കിലും കാര്യം അവർ ഓടി വരും നോക്കും അന്വേഷിക്കും. ഇപ്പോൾ ഉള്ളവരെല്ലാവരും കോർഡിനേഷനുണ്ട്. കോർഡിനേഷനെ കിട്ടിയില്ലെങ്കിൽ കൂടെയുള്ളവർ പോലും കൂടെയുള്ള മക്കൾക്ക് സാധനവും എല്ലാം ഉണ്ടെങ്കിൽ പോലും മാതാപിതാക്കന്മാരെ നോക്കാൻ വളരെയധികം ബുദ്ധിമുട്ട്, ഇഷ്ടമില്ലായ്മ. അങ്ങനത്തെ ആൾക്കാർ ഇഷ്ടമില്ലാതെ ജീവിക്കുന്ന പലരെയും എനിക്ക് വ്യക്തമായിട്ട് തന്നെ അറിയാൻ കാര്യങ്ങളുണ്ട്. പലരും കാരണം പറഞ്ഞാൽ നെയ്യാറ്റിൻകരയിൽ ഒരു ഗാന്ധിയുണ്ടായിരുന്നു.
ചിലർക്കൊക്കെ അറിയാതെ ഈ ഗാന്ധിനെ നോക്കാൻ ഹോം നേഴ്സായിട്ട് ഞാൻ ഇപ്പോഴല്ല നേരത്തെ ഒരിക്കലും ഞാൻ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഗാന്ധിനെ കാണാനായിട്ട് പലരും പല സ്ഥലത്തുനിന്നും അവിടെ എപ്പോഴും വരുമായിരുന്നു, എപ്പോഴും വരും. അപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, അങ്ങ് അദ്ദേഹം ഒരു വലിയ മനുഷ്യനായതുകൊണ്ടാണ് അദ്ദേഹത്തെ കാണാൻ പല സ്ഥലത്തുനിന്നും പലരും പല സമയത്തോടെ വന്നുകൊണ്ടിരുന്നത്. പക്ഷേ അതൊരു പാവപ്പെട്ട ഒരു വ്യക്തിയായിരുന്നെങ്കിലും ആരും വരാനിരുന്നുണ്ടാവില്ല, ആരും കാണാനുണ്ടാവില്ല. അവരവിടെ കിടക്കും, അവരുടെ കാലം അങ്ങനെ തീരും. ഇപ്പോഴാണെങ്കിലോ എല്ലാം ഈ ഓൾഡ് ഏജ് ഹോമിലേക്ക് കൊണ്ടുവരും. ഈ ഓൾഡ് ഏജ് ഹോമിലേക്ക് കൊണ്ടുവിടുന്ന ഒരു കാര്യം മനസ്സിലാക്കണം, ഈ മാതാപിതാക്കന്മാർ ഉണ്ടായത് കൊണ്ടാണ് ഇവര് സൃഷ്ടിക്കപ്പെട്ടത്. അവർ കാരണമാണ് ഈ അന്ന് അവർക്ക് ജന്മം കൊടുത്തുകൊണ്ടാണ് ഇവരിന്ന് ഈ നല്ല രീതിയിൽ എത്താനും ഇങ്ങനെ കാര്യങ്ങളെ പണം മേടിക്കുവാനും അവരെ ഇഷ്ടത്തിൽ ജീവിക്കാനും ഒക്കെ സാധിച്ചെന്ന് ഇന്നുള്ള തലമുറ മനസ്സിലാക്കണം. അല്ലാതെ അന്നുള്ളവർ അവരുടെ രീതിയിൽ പോയെങ്കിൽ ഇന്ന് ആരും ഉണ്ടാവാൻ പോകുന്നില്ല. ഈ വലിയ വലിയ വ്യക്തികളാരും കാണാൻ പോകുന്നില്ല. അവരുടെ വിയർപ്പ്, അവരുടെ വേദന, അവരുടെ അധ്വാനം ഇതൊക്കെയാണ്. ചിന്തിക്കണം മനുഷ്യൻ, ഒരുപാട് ചിന്തിക്കണം. ഈ വലിയ വലിയ വീടുകളിലും വലിയ കാറുകളിലും ഇവർ നടത്തുന്നവർ മാതാപിതാക്കന്മാർ എവിടെ ആവട്ടെ, നമ്മൾ ചിന്തിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. അല്ലാതെ കുറച്ച് കാര്യങ്ങൾ അവിടെ തീർത്ത് ഇവിടെ തീർത്തുമ്പോൾ അന്നും ആവാൻ പോകുന്നില്ല. അതുപോലെ തന്നെയാണ് പല കാര്യങ്ങൾക്കും ഒരുപാട് ചെറിയ കാര്യമില്ല, ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ സമയം വേദിയും ഒന്നും കൂടെ ഉണ്ടാവുമെന്ന് സമയം ഞാൻ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. കൃത്യമായിട്ട് പറഞ്ഞാൽ മാതാപിതാക്കന്മാർ അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ട് മക്കളും മരുമക്കളും നന്നായിട്ട് ഭക്ഷണം കഴിച്ച് കിടക്കുന്നു. അവരുടെ ഇഷ്ടത്തിന് അവർ പോകുന്നു. പക്ഷെ ആ മാതാവ് ഇന്ന് കിടക്കുന്നവരാണ്. എനിക്കറിയാവുന്ന കാര്യം, ആ മാതാവ് ഇന്ന് കിടക്കുന്നത് എവിടെയോ ആണ്. അവർക്ക് എന്തൊരു പെൻഷൻ കിട്ടുമ്പോൾ അവിടെ അങ്ങനെ കഴിഞ്ഞു പോകും. ആ മക്കൾ അവരെ കൊണ്ടൊന്ന് ചുവന്നേരം നോക്കിയാൽ സ്വന്തം വീട്ടിൽ കിടന്ന് മരിക്കാനുള്ള ഒരു സാഹചര്യം ആ മക്കൾ ഉണ്ടാക്കി കൊടുക്കുന്നില്ലെന്നതാണ് നമ്മൾ അറിയേണ്ട കാര്യം. ഇതൊക്കെ നമ്മുടെ പഞ്ചായത്തിലുള്ളതാണ്. സ്വന്തം വീട്ടിൽ കിടന്ന് മരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാത്ത മക്കളാണ് ഇന്നുള്ളത്. ഇതിനൊക്കെ എന്ന് പരിഹാരം ഉണ്ടാവും? നമുക്ക് അറിയണം, നമ്മൾ ചോദിക്കണം. ഇതൊക്കെ അവരുടെ അധ്വാനം കൊണ്ടാണ് ഈ മക്കൾ ഇത്ര എത്തിയെന്ന് നമ്മൾ ചിന്തിക്കണം. പക്ഷെ അവസാനം അവരുടെ അവസ്ഥയോ ആരും ഏതില്ലാത്തവർക്ക് കിടക്കുന്നു. ഇതൊക്കെ ഞാൻ പറഞ്ഞ കുടുംബശ്രീ എന്നൊരു സംഭവം നമുക്കുണ്ട്. ഈ കുടുംബശ്രീ ഇങ്ങനെയുള്ളവരെ കണ്ടുപിടിച്ച് അവരെ ഉപദേശിച്ച് ഈ മഞ്ഞാത്ത വല്ലവട്ടും കൊണ്ടേ കിടക്കുന്നവരെ തിരിച്ച് വീട്ടിൽ കൊണ്ടിടാനുള്ള ഒരു സംവിധാനം ഉണ്ടാകണം. ഞാൻ പറയുന്നതാണ്, മനസ്സിലാക്കാമെന്ന് വിചാരിക്കും. ഈ വല്ലാതെ കിടക്കുന്ന മാതാപിതാക്കന്മാരെ എവിടെയെങ്കിലും കൊണ്ടുപോയിരിക്കുന്നവരെ കണ്ടുപിടിച്ച് തിരിച്ച് അവരുടെ വീട്ടിൽ കൊണ്ടുവന്ന് മക്കളോട് നോക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയും അവരെ ഏൽപ്പിക്കുകയും ചെയ്യണം. അവരവരുടെ സ്വന്തം വീട്ടിൽ കിടന്ന് മരിക്കട്ടെ, ജീവിക്കുന്ന കാലം അവരവരുടെ സ്വന്തം വീട്ടിൽ കിടന്ന് ജീവിക്കട്ടെ. അവർ തേടിയിട്ടല്ലേ. അങ്ങനെ പലരെയും എനിക്കറിയാവുന്നതാണ്, നേരിട്ട് അറിയാം, അല്ലാതെയും അറിയാം. ഇതൊക്കെ നമ്മൾ സ്ത്രീകൾ തന്നെ മുൻകൈ എടുക്കണം. നമ്മളാണ് നമ്മുടെ മാതാപിതാക്കന്മാരെ നോക്കുന്നത്. എൻ്റെ മാതാപിതാക്കന്മാരെ ഞാനാണ് നോക്കിയത്. ആരുടെ സഹായം ആരുടെ ഉപദേശവും എനിക്ക് വേണ്ടായിരുന്നു. കാരണം ഞാൻ എന്തെൻ്റെ കടമയാണ്. എൻ്റെ മാതാപിതാക്കന്മാരെ നോക്കാന്നുള്ളത് എൻ്റെ കടമയാണ്. ആരും പറഞ്ഞു തരേണ്ട കാര്യമല്ല, ആരും എന്നെ ഉത്തരവാദിത്തപ്പെട്ട കാര്യമല്ല. ഞാൻ തന്നെ ചെയ്യണം, അതെൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും തരണം. എൻ്റെ പിതാവിനെ, എൻ്റെ മാതാവിനെ, എൻ്റെ സഹോദരങ്ങളെ ഞാൻ ചെയ്യണം, ഞാൻ നോക്കണം, ഞാൻ അന്വേഷിക്കണം. അവരെനിക്ക് വേണ്ടിയിട്ടുള്ള ഞാൻ കിട്ടണം. ഇപ്പോഴത്തെ ആരും അത് ചെയ്യുന്നില്ല. അവർക്ക് സമയമില്ല. അല്ലാതെ എല്ലാം വരുന്നത് സമയമാണ്, ഭയങ്കര സമയമാണ്. എവിടെ പോകണം അതിന് സമയമാണ്. ഇതിന് മാത്രം അവർക്ക് സമയമില്ല. അവരെ പള്ളിയിൽ കൊണ്ടുപോകില്ല, അമ്പലത്തിൽ കൊണ്ടുപോകില്ല, പുറത്തൊരിടത്തും കൊണ്ടുപോകില്ല. അവിടെ അടച്ചിടും. ആ മുറിയുടെ എൻ്റെ കുട്ടികൾക്കിരിക്കും. അവർക്ക് ആഗ്രഹമുണ്ട് പുറത്ത് പോകണം, കാഴ്ചകൾ കാണണം, പള്ളിയിൽ പോകണം, അമ്പലത്തിൽ പോകണം. ഇതെല്ലാം അവർക്ക് ആഗ്രഹങ്ങളുണ്ട്, കൊണ്ടുപോകില്ല. എന്തുകൊണ്ട്? അവർക്ക് സമയമില്ല, അവർക്ക് ബുദ്ധിമുട്ടാകില്ല. പക്ഷെ അവരെ രാത്രി ആ മാതാപിതാക്കന്മാരെ ചെയ്യുന്ന ഏറ്റവും മോശമായ കാര്യങ്ങളാണ്. ഇതിനൊരു മാറ്റം വരുത്തണം, നമ്മൾ മാറ്റം ഉണ്ടാക്കണം. അത് ഒന്നോ രണ്ടോ പേര് കൊണ്ടുവന്ന കാര്യമില്ല. നമ്മൾ എല്ലാവരും കൂട്ടായിട്ട് പ്രവർത്തനമുണ്ടെങ്കിൽ ഇത് മുമ്പോട്ട് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇനിയുണ്ട് ഇതുപോലെ അനേക കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കാനായിട്ട് ഒരുപാട് വിഷയങ്ങളുണ്ട്. അത് ഞാനെല്ലാം നിങ്ങൾക്ക് വിഷമാവും, കേൾക്കുന്ന എനിക്കും പറയുന്ന എനിക്ക് കേൾക്കുന്ന നിങ്ങൾക്കും വിഷമാവും. അതുപോലെ ഇനി കുറച്ച് സമയം ഉണ്ടാവും.
അത് ഇങ്ങനൊരു അതിനാണ് ഇങ്ങനൊരു അവസരം ഉണ്ടാക്കിയതാണ് ഏറ്റവും വലുതായിട്ട് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ നാട്ടിൽ എൻ്റെ ഗ്രൂപ്പിൽ ഈ 60 വയസ്സ് കഴിഞ്ഞ കുറേ പേരുണ്ടായിരുന്നു. അവിടെ ഞാൻ പറഞ്ഞത് വരണം, നമുക്ക് പോകണം, കാര്യങ്ങൾ കേൾക്കണം, പങ്കെടുക്കണം എല്ലാം പറഞ്ഞാൽ ആർക്കും വരാൻ സമയമില്ല. അവർ അവരുടേതായ വഴിക്ക് അവർ പോയി 4 മണിക്കൂർ വന്നിരുന്നാൽ മതി, അതിനെ പറ്റത്തില്ല. സ്വന്തം കാര്യം മാത്രം നോക്കണം. നമുക്ക് നമ്മുടെ ചുറ്റുവട്ടം നോക്കണം, നമ്മുടെ അയൽപക്കത്ത് എല്ലാം നോക്കണം, അവിടെ ക്ഷീണാവസ്ഥ ഉണ്ടെന്ന് അറിയണം. ഇതെല്ലാം നമ്മുടെ എത്തി നോക്കുന്നെന്ന് പറയും. അതിൽ പലതരം, പക്ഷെ എത്തി നോട്ടമല്ല, അത് വയ്യാതെ നമ്മുടെ അയൽപക്കത്തൊക്കെ ആരെങ്കിലും വയ്യാതെ ഞങ്ങളല്ലേ നമ്മൾ പോകും, അന്വേഷിക്കും, അഭിനയിക്കും, അവരുമായിട്ട് കാര്യങ്ങൾ സംസാരിക്കും. ബാക്കിയാണ് നമ്മുടെ ആ കോളനിയാണ് അവിടെ ഉള്ളവരൊക്കെ ചെയ്യുന്നത്. വേറെ എനിക്കറിയില്ല, പനിപ്പ് നമ്മളല്ലേ പറയാൻ പറ്റത്തുള്ളൂ. ഇതുപോലെയാണ് ഓരോ കാര്യങ്ങൾ. ഇപ്പോൾ ഉള്ള പിള്ളേരെ മാതാപിതാക്കൾ മനസ്സിലാക്കി ഒരൊറ്റയാണ് മനസ്സിലില്ല. ഇവിടെ വാങ്ങുന്ന പറഞ്ഞു എന്തിനാണ് ഇവിടെ വരുള്ളൂ, അല്ലാതെ എന്തിനാണെന്ന് ചോദിക്കില്ല. നമ്മളെക്കാൾ പ്രായമുള്ള പണ്ടത്തെ ആൾക്കാരൊക്കെ ആണെങ്കിൽ എൻ്റെ സമയത്തുള്ള ആൾക്കാരാണെങ്കിൽ നമ്മളെക്കാൾ പ്രായമുള്ളവർ വരുമ്പോൾ നമ്മൾ ഇരിക്കുന്നവർക്ക് എഴുന്നേൽക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. എഴുന്നേൽക്കുന്ന മാറിയിരിക്കുന്ന സ്വഭാവമുണ്ട്. ഇപ്പോഴുള്ളവരാണെങ്കിലോ ഇരിക്കുന്നവർക്ക് കാലിനെ കാലത്ത് ഒന്നും കൂടെ ഉറച്ചിരിക്കും, ഒരു സ്റ്റിക്കർ കൂടെ കൊടുത്താൽ ഒട്ടിച്ചിരിക്കും. അങ്ങനെയാണ്. അതെന്തുകൊണ്ടാണ്? നമ്മുടെ വീട്ടിൽ നമ്മൾ തന്നെ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന ട്രെയിനിങ് ആകണം. നമ്മൾ പറയണം, നമ്മളെക്കാൾ പ്രായമുള്ള ഒരാൾ, 1 വയസ്സിന് മൂത്ത് പ്രായമുള്ളതാണ് ആയിക്കോട്ടെ, അവർ വരുമ്പോൾ എഴുന്നേൽക്കുക എന്നൊരു മാനില്ല. അത് നമ്മൾ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം. അല്ലാതെ സ്വയം പഠിക്കില്ല. നമ്മൾ കാണിക്കുന്ന അവർ കാണിക്കുള്ളൂ, നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന അവർ പഠിക്കുള്ളൂ. അത് കുട്ടികളെ നമ്മൾ ചെയ്യാൻ കഴിയും. പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളതുപോലെ അനങ്ങൾ നമ്മളെക്കാൾ പ്രായമുള്ള പറഞ്ഞാലും അവർക്ക് ഇഷ്ടപ്പെടുകയില്ല. കുട്ടികൾക്ക് ഇഷ്ടപ്പെടില്ല. പോരാത്തിന് അവർക്ക് ഫോൺ കൊടുക്കും, മതി. ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ഫോൺ ഇല്ലെങ്കിൽ പ്രശ്നമാണ്. അതൊന്ന് തിരിച്ചു മേടിച്ചാലോ പോകാൻ നമുക്ക് അതിൻ്റെ കയ്യിൽ പോകും. അങ്ങനെ ചില കുട്ടികളുമുണ്ട്. പിന്നെ നമ്മൾ അന്നത്തെ വേറെ ചില കാര്യങ്ങൾ അധികം പറയത്തില്ല. പറഞ്ഞു നമുക്ക് പലർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവും, ഞാൻ പറയുന്നില്ല. പിന്നെ നമ്മുടെ ഓരോരുത്തരും ഓരോ രീതികൾ, കാര്യങ്ങളെല്ലാം പഴയ കാര്യങ്ങളാണെങ്കിൽ ഏറ്റവും സ്നേഹവും സന്തോഷവും സമാധാനവും ജീവിച്ചിരുന്നൊരു കാലഘട്ടമാണ്. അത് ആദ്യം പറയാനാണ്. പഴയ കാലഘട്ടം എന്ന് പറഞ്ഞാൽ പരസ്പരം സഹകരിച്ച് സഹകരണവും സഹായവും ഉണ്ടായിരുന്നു. ഒരാൾക്ക് എന്തെങ്കിലും ഇല്ലെങ്കിൽ അത് നടത്തിവിടുന്ന് മേടിക്കാനൊരു മടിയില്ലായിരുന്നു, കൊടുക്കാനും മടിയില്ലായിരുന്നു. ഇപ്പോഴാണെങ്കിലോ ചെന്ന് ചോദിക്കുമ്പോൾ ഷോ ആദ്യം പറയുന്നില്ല, പിന്നെ ഇങ്ങോട്ടാണ് വരുന്നത് അതും പറയും. അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. അന്നങ്ങനെയാണെങ്കിൽ ഇല്ലെങ്കിൽ ഇല്ലാത്തവർക്ക് കൊടുക്കാനുള്ള മനസ്സുണ്ടാകുന്ന ഒരു കാലഘട്ടമായിരുന്നു. കാരണം ചോദിക്കാനും മേടിക്കാനും ഒന്നും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല, മടിയുണ്ടായിരുന്നില്ല. അത് അന്നത്തെ കാലഘട്ടം. എല്ലാവരും നമ്മൾ തന്നെ സ്നേഹിച്ചും സഹായിച്ചും സഹകരിച്ചും പോകുന്ന ഒരു കാലഘട്ടമായിരുന്നു പഴയത്. ഇപ്പോഴാണെങ്കിൽ അങ്ങനെയില്ല. എല്ലാം എനിക്ക് ഈ തൂമ്പയുടെ വീടുണ്ട്, തൂമ്പ എല്ലാം ഇങ്ങോട്ട് അങ്ങോട്ടൊന്നുമില്ല. അങ്ങനെ ചില ആൾക്കാരുണ്ട്. അത് പണ്ട് അങ്ങനെ 1-2 ഉണ്ടാവാതിരിക്കട്ടെ, എല്ലാവരും അങ്ങനെയാണെന്ന് പറയലേ. പക്ഷെ ഇപ്പോഴാണെങ്കിലും കൂടുതലായിട്ട് അങ്ങനെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്വാർത്ഥന്മാരായി ഇപ്പോഴുള്ളതെല്ലാം സ്വാർത്ഥന്മാരായി. പണ്ട് അങ്ങനെ സ്വാർത്ഥതയില്ല. അല്ല, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞത് തൂമ്പയുടെ പരിപാടി പണ്ട് അങ്ങനെ ആയിരുന്നു. അധ്വാനിക്കാനാണെങ്കിലും അന്ന് എല്ലാവരും കുടുംബമായിട്ട് അധ്വാനിക്കാം. ഇപ്പോഴുള്ളവരാണെങ്കിലോ എല്ലാവരും ജോലിക്കാർ വരും. വീട്ടിലെ ജോലിയാണെങ്കിൽ അതിന് പുറത്തുള്ളവർ വേണം. ഒറ്റ പഠിക്കാൻ അടുക്കളയായിരിക്കും. ജോലിയിലായിട്ട് ആരെങ്കിലും കിടപ്പുണ്ടെങ്കിൽ അവരെ നോക്കാൻ അങ്ങനെ ജോലിക്കാരുടെ ഒരു കൂട്ടമാണ്. ഇപ്പോഴാണ് അന്ന് ഒരു വീട്ടിലെ സർവ്വതായും നോക്കുന്ന ആൾക്കാർക്ക് നോക്കാൻ പറ്റുന്ന ആൾക്കാരായിരുന്നു. പക്ഷെ ഇപ്പോഴൊന്നും പറ്റില്ല. എല്ലാത്തിനും ഓരോരുത്തരും. അതെന്തുകൊണ്ടാണ്? നമ്മൾ പവർ, മണിപ്പവർ, അതാണ് മണിപ്പവർ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത്. ഇല്ലെങ്കിലും എല്ലാം ചെയ്തു. പിന്നെ നിങ്ങളെ ഒത്തിരി ബോറടിപ്പിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആൾക്കാർ ഒഴിയാടി ഞാൻ ഒറ്റ കാര്യം പറഞ്ഞ് നിർത്തിക്കൊള്ളാമേ. നമുക്ക് ഏറ്റവും കാര്യമായിട്ട് നമ്മൾ ഈ കാര്യം ചർച്ച ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. വാർദ്ധക്യത്തിലിരിക്കുന്ന ആരെങ്കിലും നമുക്കിടയിലുണ്ടെങ്കിലും നമ്മൾ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ അവരെ കുറിച്ച് അന്വേഷിക്കണം, അവരുടെ ജീവിതത്തെക്കുറിച്ച് അന്വേഷിക്കണം. അവർക്ക് തിരിച്ച് ഭവനത്തിൽ കൊണ്ടുവരാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. അവരെ നോക്കാനുള്ള എല്ലാവിധമായ കാര്യങ്ങൾ നമ്മളായിട്ട് തന്നെ ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്തു കൊടുക്കണം. അതിനെല്ലാവരും അന്വേഷിക്കണം. നമ്മൾ ചുറ്റോട് ആരെങ്കിലും ഉണ്ടോ നമ്മൾ അന്വേഷിക്കണം. ഇങ്ങനെ വയ്യാതെ കിടക്കുന്ന ആരെങ്കിലും ഉണ്ടോ നമുക്ക് അന്വേഷിക്കുക. അവർക്ക് നമുക്ക് എന്തെങ്കിലും സഹായം ചെയ്യുക, വീടുകളിൽ തിരിച്ചെത്തിക്കാനുള്ള അങ്ങനെ ചെയ്യാൻ
ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട നമ്മുടെ ആവശ്യമാണ്. നമ്മുടെ വീടുമായിട്ട് മാത്രം ഒതുങ്ങിക്കൂടാതെ അടുത്ത അങ്ങനെയുള്ളവരുമായിട്ട് ബന്ധപ്പെട്ട് ഇതൊക്കെ ചെയ്യണമെന്ന് നമുക്ക് എൻ്റെ ഒരു ആഗ്രഹമാണ്. അങ്ങനെ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ഞാനും അവരുടെ കൂടെ നിൽക്കാൻ തയ്യാറാണ്. എന്നെ ഇത്രയും ശ്രമിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും